ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ദുഃഖ നിമഗ്നരായ രാക്ഷസ സ്ത്രീകൾ ലങ്കയിലെ ഓരോ ഗൃഹത്തിൽ നിന്നും വിലപിക്കുന്ന ദീന ശബ്ദം രാവണൻ കേട്ടു. ദീർഘം നിശ്വസിച്ചുകൊണ്ട് അല്പനേരം ആലോചിച്ചു. അവസാനത്തിൽ ക്രുദ്ധനും ഘോരാകാരനുമായി തീർന്നു. കണ്ണുകൾ ചെന്തി കനൽ പോലെയായി, ചുണ്ടു കടിച്ചു. ആ സന്ദർഭത്തിൽ അലർക്കർക്കു പോലും എരിയുന്ന കാലാഗ്നി തുല്യനായ ദശാനനെ ഒന്ന് നോക്കുവാൻ കൂടി സാധിച്ചില്ല. നോട്ടങ്ങൾ കൊണ്ട് തന്നെ ചാമ്പലാക്കത്തക്ക വിധം കോപത്താൽ സുസ്പഷ്ടമല്ലാത്ത അക്ഷരങ്ങളോടെ അസുരേശ്വരൻ ചുറ്റും നിൽക്കുന്ന രാക്ഷസന്മാരോട് മഹോദരൻ, മഹാപാർശ്വൻ, വിരൂപാക്ഷൻ എന്നിവരോട് ആജ്ഞാപിച്ചു. അതിവേഗം പടകളെല്ലാം പുറപ്പെടണം. എൻ്റെ കൽപ്പന എല്ലാവരെയും അറിയിക്കൂ. ഭയപ്പെട്ടൊരു ഭാഗത്ത് പതുങ്ങി നിൽക്കുന്ന രാത്രിഞ്ചരന്മാർ അരുളപ്പാട് കേട്ട ഉടനെ ഓരോ ഭവനത്തിലും ചെന്ന് ഉത്സാഹമില്ലാതെ ഇരിക്കുന്ന പടകളെ പ്രേരിപ്പിച്ചു. നൃപപരാജ്ഞ കേട്ട അവർ പുറപ്പെടാമെന്ന് സമ്മതിച്ച് മംഗളകർമ്മം ചെയ്ത് യുദ്ധത്തിന് തയ്യാറായി. സ്വാമിയുടെ ജയകാംക്ഷികളായ രാക്ഷസന്മാർ എല്ലാവരും സന്നിധാനത്തിൽ എത്തിച്ചേർന്നു. യഥാവിധി രാവണനെ ആദരിച്ച് കൈകൂപ്പിയ മഹോദരൻ, മഹാപാർശ്വൻ, വിരൂപാക്ഷൻ എന്നിവരോട് അരിശം മൂത്തിട്ടാണെങ്കിലും ചിരിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു: കൽപ്പാന്തകാലത്തിലെ സൂര്യരശ്മി സദൃശങ്ങളായ തീക്ഷ്ണശരങ്ങളാൽ ഞാൻ ഇന്ന് രാമലക്ഷ്മണന്മാരെ യമപുരിക്ക് അയക്കുന്നുണ്ട്. കരൻ, കുംഭകർണൻ, പ്രഹസ്തൻ, ഇന്ദ്രജിത്ത് ഇവരെ സംതൃപ്തരാക്കത്തക്ക വിധം ശത്രുക്കളെ ഞാൻ ഇന്ന് വധിക്കുന്നുണ്ട്. ആകാശം, ദിക്കുകൾ, ആറുകൾ, സാഗരങ്ങൾ എന്നിവ എൻ്റെ ശരങ്ങളാകുന്ന മേഘത്താൽ ഇന്ന് മറയ്ക്കുന്നുണ്ട്. വാനരവര പ്രമുഖന്മാരുടെ ഓരോ വകുപ്പിനെയും ഈ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന തൂവൽ വെച്ച ശരങ്ങൾ കൊണ്ട് ഞാൻ ഇന്ന് മുടിക്കും. കൊടുങ്കാറ്റ് പോലെ വേഗതയേറിയ തേരിൽ കയറിയ ഞാൻ വില്ലാകുന്ന ആഴിയിൽ നിന്ന് ഉയരുന്ന ബാണങ്ങളാകുന്ന അലച്ചാർത്തുകളെ കൊണ്ട് കപിപ്പടയെ ഛിന്നഭിന്നമാക്കും. താമരപ്പൂവല്ലി നിറമൊത്ത പ്ലവങ്ക സമൂഹമാകുന്ന പൊയ്കകളെ, മുഖങ്ങളാകുന്ന പത്മങ്ങൾ വികസിച്ചു നിൽക്കുന്ന സരസ്സുകളെ മധയാനയെപ്പോലെ ഇറങ്ങി നിൽക്കുന്ന ഞാൻ കലക്കും. കപീന്ദ്രന്മാരുടെ ആനനങ്ങളെ അമ്പുകളിൽ കോർത്ത് തണ്ടുകളോടുകൂടിയ താമരപ്പൂക്കളെ പോലെ ഈ ഭൂമിയെ ഞാൻ ഇന്ന് അലങ്കരിക്കും. വൃക്ഷങ്ങളും കല്ലുകളും ആയുധമാക്കിയിട്ടുള്ള ആ ഹരിവീരന്മാരെ ഒരു ശരം കൊണ്ട് തന്നെ 100 കണക്കിൽ ഞാൻ പിളർത്തും. ഈ ലങ്കാരാജ്യത്തിൽ ഭർത്താവും സഹോദരനും മകനും മൃതരായതുകൊണ്ട് കണ്ണീർ ഒലിക്കുന്നതിനെ ശത്രുഹനനം കൊണ്ട് ഞാൻ ഇന്ന് തുടയ്ക്കും. എൻ്റെ സായകങ്ങളാൽ കീറി മുറിഞ്ഞ ശരീരങ്ങളോടെ കിടക്കുന്ന വാനരജടങ്ങളെ കൊണ്ട് മഞ്ഞിടം മുഴുവൻ യുദ്ധത്തിൽ ഞാൻ ഇന്ന് മൂടും. കുറുക്കൻ, കഴുകൻ തുടങ്ങിയ മാംസാശികൾക്ക് മുഴുവൻ സുഭിക്ഷമായ മൃഷ്ടാന്നത്തെ ശത്രുമാംസത്താൽ ഞാൻ ഇന്ന് നൽകും. എൻ്റെ രഥം അതിവേഗത്തിൽ തയ്യാറാകട്ടെ. ഉത്തമ ചാപം ക്ഷണത്തിൽ കൊണ്ടുവരട്ടെ. ബാക്കിയുള്ള രാക്ഷസ പടകൾ മുഴുവൻ ഒന്നിച്ചു പോരട്ടെ. അടുത്തു തന്നെ നിൽക്കുന്ന സേനാനായകന്മാരോട് സൈന്യങ്ങളെ വേഗത്തിൽ പുറപ്പെടുവിക്കുവാൻ മഹാപാർശ്വൻ പിന്നെയും നിർദ്ദേശിച്ചു. അവർ ലങ്കാരാജ്യത്തിലെ ഓരോ ഭവനത്തിലും കയറി എല്ലാ രാക്ഷസന്മാരെയും വെമ്പിച്ചു. അല്പസമയം കൊണ്ട് ഭീഷണന്മാരായ രാക്ഷസ പടകൾ ആർപ്പ് വിളിച്ചെത്തിത്തുടങ്ങി. ഭീമാസ്യന്മാരായ അവർ വാൾ, പട്ടസം, ശൂലം, ഗദ, മുസലം, ശരം, ശക്തി, അതിനിശിതങ്ങളായ ഉത്തമ വെൺമഴു, ഉലക്ക, തെളിഞ്ഞു മിന്നുന്ന ചക്രം, മൂർച്ചയേറിയ കൂടം, ഭിന്ദിപാലം, ശതഗ്നി തുടങ്ങിയവയും ഉത്തമങ്ങളായ മറ്റ് ആയുധങ്ങളും എടുത്തിട്ടുണ്ട്. രാവണാജ്ഞ പ്രകാരം 8 കുതിരകളെ പൂട്ടിയതും അതിവേഗതയാർന്നതും സൂതനോട് കൂടിയതുമായ ഒരു ശ്രേഷ്ഠരഥം സേനാനായകൻ ക്ഷണത്തിൽ കൊണ്ടുവന്നു. സ്വതേജസ് കൊണ്ട് തേരിനെ തന്നെ തിളങ്ങിപ്പിച്ച് അനേകായിരം നിശാചരന്മാരാൽ ആവൃതനായ രാവണൻ രഥത്തിലേറി. ശക്തി കൊണ്ട് ഭൂമിയെ തന്നെ പിളർക്കുന്നത് പോലെയാണ് രാക്ഷസേശ്വരൻ്റെ സന്നാഹം. മഹാപാർശ്വൻ, മഹോദരൻ, ദുർജയനായ വിരൂപാക്ഷൻ ഇവർ രാവണാനുജ്ഞ പ്രകാരം തേരിൽ ആരോഹണം ചെയ്തു. പാരിനെ തന്നെ പൊളിക്കത്തക്ക പൂക്കോടെ ജയസിദ്ധിക്കായി പുറപ്പെടുവാൻ പട സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ശ്രീരാമലക്ഷ്മണന്മാർ വസിക്കുന്ന ഉത്തമ ഗോപുരം വഴിക്കാണ് കാലാന്തക തുല്യനായ അരർക്കർക്കോൻ രാക്ഷസ പടയാൽ ആവൃതനായി മഹാരഥത്തിൽ കയറി കേൾപ്പേറിയ ചാപമെടുത്ത് യാത്ര തിരിച്ചത്. പെട്ടെന്ന് സൂര്യൻ്റെ നിറം മങ്ങി, ദിക്കുകൾ ഇരുട്ടിലാണ്ടു, ഘോരങ്ങളായ പക്ഷികൾ ശബ്ദിച്ചു, ഭൂമി ചലിച്ചു, കാർമേഘത്തിൽ നിന്ന് രക്തവർഷവുമുണ്ടായി.
സഞ്ചാര സമയത്തിൽ അശ്വങ്ങളുടെ കാലിടറി. കുറുക്കൻ്റെ ഭീകരമായ ഓരയിടിയിൽ തുടരെ തുടരെ ഉണ്ടായി. കൊടിയുടെ മുകളിൽ ഉഗ്രനായ ഒരു കഴുകൻ വന്നിരുന്നു. ഇടത്തെ കണ്ണ് വിറച്ചു, കയ്യ് ചലിച്ചു, മുഖത്തിൽ പെട്ടെന്നൊരു വൈവർണ്യം ഉദിച്ചു. അവിചാരിതമായി ശബ്ദം അല്പം അടഞ്ഞു. യുദ്ധത്തിൽ നിധനത്തെ സൂചിപ്പിക്കുന്ന ഇത്തരം ദുർനിമിത്തങ്ങളാണ് തുടർന്ന് കണ്ടത്. ഇടിനാദത്താൽ ആകാശത്തിൽ നിന്ന് കൊള്ളിമീൻ പതിക്കുക മാത്രമല്ല, കാകാരവത്തോടെ അശുഭസൂചകമായ കഴുകന്റെ ശബ്ദവും ഉയരുകയും ചെയ്തു. കാലോചിതനായ ദശവദനൻ ഈ കാണുന്ന ഇൽപാദങ്ങളെ നിസാരമാക്കി കൊലയേൽക്കുവാൻ വേണ്ടി തന്നെ മുന്നോട്ട് നടന്നു. ബുദ്ധിയുടെ അജ്ഞതയാൽ രാക്ഷസന്മാരും അനുഗമിച്ചു. വമ്പന്മാരായ അരക്കരുടെ തേരൊലി കേട്ട വാനരന്മാർ സന്തുഷ്ടചിത്തരായി യുദ്ധത്തിന് തയ്യാറായി. നിശാചര വാനരേന്ദ്രന്മാർ ചൊടിച്ചുകൊണ്ട് പോർ തുടങ്ങി. ജയേച്ഛ കൊണ്ട് രണ്ട് സൈന്യങ്ങളും കൂട്ടിമുട്ടി. നിശാചര പെരുമാൾ പൊന്നണി സായകങ്ങളാൽ വലിമുഖന്മാരെ വലിയ പരുക്കുകൾ ഏൽപ്പിച്ചു. ചിലരുടെ നെഞ്ചിടം കീറി, ചിലരുടെ ചെവി മുറിച്ചു, വേറെ ചിലരെ വീർപ്പ് മുട്ടിച്ചു, ചിലരുടെ വാരീഭാഗം പിളർത്തി, ചിലരുടെ കണ്ണുകൾ കളഞ്ഞു, ചിലരുടെ ശിരസ് പൊളിച്ചു. കണ്ണുകൾ ഉരുട്ടിമെഴിച്ച് വില്ലേന്തിയ ദശഗ്രീവൻ ഏതെല്ലാം വഴികളിൽ കൂടി തേർ നടത്തിയോ അവിടങ്ങളിലുള്ള വാനരവരന്മാർ മുഴുവൻ ശരശക്തി താങ്ങുവാൻ സാധിക്കാതെ പിന്നോക്കം ഒഴിഞ്ഞുമാറി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.